ഇത് രാവിലെ 7 മണിക്കുള്ളൊരു വീഡിയോ. റിതു കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റിതുവിൻ്റെ ഉറക്ക സമയമായിട്ട് റിതു കാറിലിരുന്ന് ഭയങ്കര ഉറക്കത്തിലാണ്. ഇത് തബൂക്കിലേക്ക് പോകുന്ന റോഡ്, അതായത് സൗദിയിലെ ഷർമ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു നെക്സ്റ്റ് ടൗണായ തബൂക്കിലേക്ക് പോകുന്ന റോഡാണ്. എനിക്ക് തോന്നുന്നു ഷർമ ടു തബൂക്ക് ഒരു 160 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5-2 മണിക്കൂറൊക്കെ എടുക്കും ഇവിടുന്ന്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 200 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 4-5 മണിക്കൂർ മിനിമം എടുക്കും. പക്ഷേ ഇവിടെയൊക്കെ കുറച്ചും കൂടെ സ്പീഡ് ലിമിറ്റൊക്കെ മാറ്റായത് കൊണ്ട് മാക്സിമം ഒരു 1.5-2 മണിക്കൂറിനുള്ളിലൊക്കെ കവർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഷർമ ഏരിയ ഇപ്പം എല്ലാവർക്കും അറിയാം. കാരണം സൗദി ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായ നിയോം പദ്ധതിയൊക്കെ ഈ ഷർമ ഏരിയയിലൊക്കെയാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. മാത്രമല്ല റെഡ് സീയുടെ ഒരു കോസ്റ്റൽ ഏരിയയും കൂടിയാണ് ഷർമ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഒത്തിരി ഹൈറ്റുള്ള ഏരിയ, സീ ലെവലിൽ നിന്നൊരു 760 മീറ്ററൊക്കെ ഹൈറ്റുള്ള ഏരിയ ആണ്. അപ്പം നമുക്കിത് ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും, കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെയാണ് റോഡിൻ്റെ ഒരു വശത്ത്. കുറച്ച് നമുക്കൊരു അഡ്വഞ്ചർ ആണെങ്കിലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇതിപ്പോൾ നമ്മൾ വലിയൊരു ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ എനിക്ക് അത്രത്തോളം മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു, പക്ഷേ ഇത് ഭയങ്കര ഹൈറ്റാണ്. ഇവിടെ മുതലാണ് ആ ഹൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മൊബൈൽ വീഡിയോയിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഇത് ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 90-100 കിലോമീറ്റർ സ്പീഡിലാണ് കാറ് മൂവ് ചെയ്യുന്നത്. അപ്പം അത്ര ക്ലാരിറ്റി കുറച്ച് കുറയും. എന്നാലും കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം ഭയങ്കര ഹൈറ്റിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാറിന് താഴേക്ക് നോക്കുമ്പോൾ സൈഡ് വിൻഡോ നോക്കുമ്പോൾ ഭയങ്കര താഴ്ചയാണുള്ളത്. ഇതിപ്പോൾ ഫ്രണ്ടിലെ വ്യൂ മാത്രമേ ഉള്ളൂ, പക്ഷേ സൈഡിൽ കൂടെ നോക്കുമ്പോൾ, സൈഡ് ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ ഭയങ്കര താഴ്ചയിലാണ്. നമ്മൾ കയറ്റം കയറി ഏകദേശം ആ ഒരു നിരപ്പായ ഭാഗത്തെത്തി. എന്നിരുന്നാൽ പോലും റോഡ് ഈ ഭാഗത്ത് കുറച്ച് വീതി കുറവാണ്. ഓരോ ഭാഗത്തേക്കും ഓരോ ലൈനേ ഉള്ളൂ. കുറച്ചും കൂടെ അങ്ങോട്ടെത്തുമ്പോൾ 2 ലൈൻ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഭാഗത്തേക്ക് ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ഏറ്റവും ഹൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇതാ ഹൈറ്റൊക്കെ കയറി കുറച്ച് നിരപ്പായ ഹൈറ്റിൽ തന്നെയാണ്, എന്നാലും നിരപ്പായ ഭാഗം, കുത്തനെയുള്ള കയറ്റമല്ല, നിരപ്പായ ഭാഗങ്ങളാണ്. കണ്ടോ ചുറ്റും ശരിക്കും നമുക്കിത് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ പിരമിഡൊക്കെ വെച്ച പോലെ ഉണ്ടാവും. ശരിക്കും കല്ലൊക്കെ ഇങ്ങനെ ഓരോ കൊത്തുപണിയൊക്കെ ചെയ്ത പോലെയാണ് ഓരോ കല്ലുകളും. വീഡിയോയിൽ നമുക്ക് അത്രയും സ്പീഡിൽ കാറ് പോകുന്നത് കൊണ്ട് അത്ര ക്ലിയർ ഇല്ല, പക്ഷേ നേരിട്ട് കാണുമ്പം അത്രയും ഭംഗിയാണ്. ഇത് കണ്ടോ നമ്മൾ ഇത് സൈഡ് ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോഴുള്ള വ്യൂ ആട്ടോ. അതായത് ശരിക്കും ഇങ്ങനെ
മലകളൊക്കെ നിൽക്കുന്നതുണ്ടോ. ശരിക്കും മരുഭൂമിയിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഒരുപാട് നമ്മൾ ഡെസേർട്ട് ഏരിയയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് മരുഭൂമിയിൽ കുറേ കള്ളിമുൾ ചെടി ഉണ്ടാവും, പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ മനസ്സിലാക്കാം നമ്മൾ ബുക്കിലൊക്കെ പണ്ട് പഠിച്ചതും ഇതും തമ്മിൽ ശരിക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, നേരിട്ട് കാണുന്നതും നമ്മൾ മുമ്പ് പഠിച്ചതും. ഞാൻ ഇത്രയും നാളായിട്ട് ഇവിടെ ഒരു കള്ളിമുൾ ചെടി അങ്ങനത്തെ ഭാഗങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല. ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴുള്ള കയറ്റത്തിൻ്റെ ഇറക്കം ആണ്. കാരണം ഞാൻ 2 വീഡിയോ എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. ഈ ഇറക്കം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വീഡിയോയിൽ എത്ര ക്ലിയറാണെന്ന് അറിയില്ല, എന്നാലും മനസ്സിലാവും എത്ര ഹൈറ്റിലാണ് നമ്മളുള്ളത്, എത്ര ഇറക്കമാണ്. കുത്തനെയുള്ള റോഡാണ്. അപ്പോൾ രാത്രിയൊക്കെ ഇതിലേ വരുമ്പോൾ ശരിക്കും അതൊരു അഡ്വഞ്ചറാണ്. കാരണം അധികം ഈ സ്ഥലത്തെ പറ്റി പരിചയമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാത്രി സമയത്തേക്ക് ഇറങ്ങുക. കയറുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് രാത്രി ഇതിലേക്കൂടെ ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു രാത്രി സമയം മാക്സിമം ഇത് ഒഴിവാക്കലായിരിക്കും ഇതിലുള്ള യാത്ര. പിന്നെ അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇവിടെ ഇല്ല. അങ്ങോട്ടുള്ള ഭാഗങ്ങളിലുണ്ട്, പക്ഷേ ഈ ഒരു ഇറക്കത്തിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമല്ല കുത്തനെയുള്ള ഇറക്കമാണ്. പക്ഷെ പകലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ എത്ര ദൂരം ട്രാവൽ ചെയ്താലും നമുക്ക് ബോറടിക്കില്ല. ചുറ്റും അത്രയും മനോഹരമായ കാഴ്ചകളാണ്. നമ്മളിതേ എനിക്കൊന്നൊരു 100 സ്പീഡിലൊക്കെ ആയിരിക്കും കാർ. എന്നിട്ടും ഇത് എത്ര ടൈം എടുത്തു ആ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത്രയും വലിയ കുത്തനെയുള്ള കയറ്റമാണ്. ഓൾമോസ്റ്റ് താഴെ എത്താനായിട്ടുണ്ട്. നോക്കി എത്ര താഴ്ചയിലാണുള്ളത്. നമ്മൾ കയറി ഏറ്റവും മുകളിലെത്തിയിട്ട് നമ്മൾ സൈഡ് വിൻഡോ കൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് പേടിയാവും ശരിക്കും, അത്രയും താഴ്ചയാണ്. ഫൈനലി അങ്ങ് ലാസ്റ്റ് എത്തി. ആ ഒരു ഇറക്കം കഴിഞ്ഞു. ഇനിയുള്ള റോഡൊക്കെ കുറച്ചും കൂടെ സ്മൂത്താണ്. മാത്രമല്ല റോഡിന് ഇങ്ങനെ വീതി കൂടി വരും. ഇത് തിരിച്ച് തബൂക്കിൽ നിന്ന് നമ്മൾ ഷർമയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളൂ ഷർമ ഏരിയയിലേക്ക്. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. കാരണം ചുറ്റും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് വലിയ ബോറടിച്ചില്ല. പിന്നെ ഇതിപ്പോൾ നോമ്പ് സമയമായതുകൊണ്ട് റെസ്റ്റോറൻ്റ് ഒന്നും തുറക്കില്ല. ഫുഡൊക്കെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഐറ്റംസൊക്കെ കയ്യിൽ പിടിക്കേണ്ടി വരും.